ആലപ്പുഴയിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്നെത്തിക്കാനെന്ന വ്യാജേന ലഹരി മരുന്ന് കടത്തിയ പ്രതികൾക്ക് 10 വർഷം കഠിന തടവ്. കൊല്ലം സ്വദേശികളായ അമീർ ഷാൻ, ശ്രീശിവൻ എന്നിവർക്കാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2023 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും ദേവൻ MP പങ്കുവയ്ക്കും. ദേവൻ, ഈ വിധി സംബന്ധിച്ചുള്ള വിശദാംശം, ഈ കേസിനാസ്പദമായ സംഭവം എന്തായിരുന്നു എന്നുകൂടി. സംഗീത, ഇത് 2023 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ഈ ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഈ മരുന്ന് വിൽപ്പന നടത്തുന്ന ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി മെഡിക്കൽ ഷോപ്പിന്റെ പേര് വ്യാജേന നൽകിക്കൊണ്ട് ഇത്തരം മരുന്നുകൾ അത് ഓർഡർ ചെയ്യുകയും അത് കൈക്കലാക്കി അത് അവർ ഉപയോഗിക്കുന്ന ഒരു പതിവുമായിരുന്നു ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ചില വെബ്സൈറ്റുകൾ, ഇന്ത്യ മാർട്ട് അടക്കമുള്ള ചില വെബ്സൈറ്റുകളിൽ ഇത്തരത്തിൽ മരുന്ന് വാങ്ങിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. എന്നാൽ ആ ഒരു സൗകര്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാനസിക രോഗികൾക്ക് അടക്കം നൽകുന്ന, വിഷാദ രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നുകൾ, സൈക്കോട്രോപിക് മരുന്നുകൾ ഇത്തരത്തിൽ ഈ വ്യാജമായി ഓർഡർ ചെയ്തുകൊണ്ട് അത് കച്ചവടത്തിനും ഉപയോഗത്തിനുമായി എടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രതികളുടെ കയ്യിൽ നിന്നും പിടികൂടിയത് 100 ml വീതമുള്ള 10 കുപ്പികളാണ്. ഏകദേശം 1000 ml ഈ ഡയാസ്ഫാം എന്ന് പറയുന്ന ഒരു മരുന്നായിരുന്നു ഈ പ്രതികൾ ഇത്തരത്തിൽ ഈ ഓൺലൈനിലൂടെ വരുത്തി ഈ കച്ചവടത്തിന് ഉപയോഗിച്ചത്. ഇതിൽ 2023 ഇവർ പിടിക്കപ്പെടുന്നത്. കൊല്ലം സ്വദേശികളായിട്ടുള്ള അമീർ ഷാൻ, ശ്രീശിവൻ എന്നീ 2 വ്യക്തികളായിരുന്നു കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിരുന്നത്. ഇവരുടെ വിചാരണ എല്ലാം പൂർത്തിയാക്കി ഇന്നാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 10 വർഷം കഠിന തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ഈ ഇരു പ്രതികൾക്കുമായി ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമാക്കുന്ന, എക്സൈസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന അത് ഇത്തരത്തിൽ ഈ ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഇത്തരത്തിൽ മരുന്ന് വാങ്ങാൻ കഴിയുന്ന സൗകര്യത്തെ ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുമെന്നുള്ള ഒരു കാര്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു നടപടിയിലൂടെ ഈ എക്സൈസ് അന്വേഷണ സംഘം പ്രധാനമായും ഉദ്ദേശിച്ചത്. ഇത്തരത്തിൽ ഈ ആലപ്പുഴയിൽ നിന്നും ദേവൻ MP വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.